ഹായ് ഹലോ എവരി വൺ, വെൽക്കം ടു എജു പാർക്ക്, എ പാത്ത് ടു വിസ്ഡം. ഇന്നത്തെ ടോപ്പിക് പെരികാർഡൈറ്റിസ് ആണ്. എന്താണ് പെരികാർഡിയം? നമ്മുടെ ഹൃദയത്തെ ആവരണം ചെയ്തിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഈ പെരികാർഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെരികാർഡിയത്തിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് പെരികാർഡൈറ്റിസ്. എന്താണ് ഇൻഫ്ലമേഷൻ? അതായത് ഒരു തടിപ്പുണ്ടാവുക, ഒരു സ്വെല്ലിംഗ് ഉണ്ടായി ആ ഒരു ഭാഗത്ത് നീർക്കെട്ട്, തടിപ്പ്, ചുമന്ന നിറവ്യത്യാസം ഉണ്ടാവുക, പഴുപ്പുണ്ടാവുക, മൊത്തത്തിൽ അവിടുത്തെ ആ ടിഷ്യൂസൊക്കെ നശിച്ച് ആ ഒരു റീജിയൻ മുഴുവനും ഇങ്ങനെ ഒരു സ്വെൽഡപ്പായി സിവിയർ പെയിൻ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? ഈ ഐറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുക. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫ്ലമേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഹാർട്ട് അത്രയ്ക്കും വളരെ വൈറ്റലായിട്ടുള്ള ഒരു ഓർഗനാണ്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. നമുക്കറിയാം, ഹാർട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തന്നെ രണ്ട് ലങ്സിൻ്റെയും നടുക്കാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റിബ് കേജിനെ കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. അതുമാത്രമല്ല, ഹാർട്ടിനെ പേഴ്സണലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആവരണമാണ് എന്ത്? നമ്മുടെ പെരികാർഡിയം. ഇപ്പോൾ പെരികാർഡിയത്തിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ആ ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, പെരികാർഡൈറ്റിസ് എന്ന് പറയുന്നത് പെരികാർഡിയം അല്ലെങ്കിൽ ഒരു ഫൈബ്രസ് സാക്ക് സറൗണ്ടിങ് ദ ഹാർട്ട്, അതിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. സ്വാഭാവികമായും ഇത് അനുഭവപ്പെടുന്നത് ഒരു ചെസ്റ്റ് പെയിനായിട്ടാണ്. ഈ ഒരു രോഗാവസ്ഥയുടെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, യൂറീമിക് പെരികാർഡൈറ്റിസ്, പതിക് പെരികാർഡൈറ്റിസ്, പോസ്റ്റ് ഇൻഫാർക്റ്റ് പെരികാർഡൈറ്റിസ്, അതുപോലെ ഡ്രെസ്ലർ സിൻഡ്രോം. ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ പെരികാർഡൈറ്റിസ് ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ. നമുക്ക് എന്താണ് ഈ ഇൻഫെക്ഷ്യസ് പെരികാർഡൈറ്റിസ് നോക്കാം. Pericarditis caused by infection. Infection caused by virus or bacteria like Mycobacterium tuberculosis. നമുക്കറിയാം, ഈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് എന്ത്? ക്ഷയരോഗം അഥവാ ട്യൂബർക്ലോസിസ് ബാസിലസ് എന്ന അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണകാരി. സോ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഇത് പെരികാർഡൈറ്റിസിനും കാരണമാകും. ഇനി നമുക്ക് യൂറീമിക് പെരികാർഡൈറ്റിസ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ കിഡ്നി ഫെയിലർ എന്ന ആ ഒരു അവസ്ഥ മൂലം അവരുടെ ശരീരത്തുണ്ടാകുന്ന മെറ്റാബോളിക് വേസ്റ്റസ്. എന്താണ് മെറ്റാബോളിക് വേസ്റ്റസ്? അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് ഓർ ദ ടോക്സിക് മെറ്റീരിയൽസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് ദ മെറ്റാബോളിക് വേസ്റ്റ്, റൈറ്റ്? സോ ഈ മെറ്റാബോളിക് വേസ്റ്റസിനെയൊക്കെ പുറന്തള്ളാൻ കഴിയാതെ പോകും. അതായത് കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് ആ കിഡ്നി പ്രവർത്തനരഹിതമായത് കാരണം ഈ ബോഡിയുടെ ഉള്ളിലുണ്ടാകുന്ന ഈ മെറ്റാബോളിക് വേസ്റ്റസിനെ പുറന്തള്ളാൻ കഴിയാതെ പോകും. എന്തൊക്കെയാണ് ഈ മെറ്റാബോളിക് വേസ്റ്റസ്? ചിലപ്പോൾ നൈട്രജൻ കോമ്പൗണ്ട്സ്, ഫോസ്ഫേറ്റ്സ്, സോൾട്ട്സ്, എക്സസീവ് സോൾട്ട്സ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതെല്ലാം തന്നെ എന്താണ്? മെറ്റാബോളിക് വേസ്റ്റസ് ആണ്. ഇതിനെയൊക്കെ പുറന്തള്ളാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ ഈ ഒരു മെറ്റാബോളിക് വേസ്റ്റസിൻ്റെ അക്യുമുലേഷൻ നമ്മുടെ ശരീരത്തിലുണ്ടാകും. അത്തരത്തിൽ ശരീരത്തിലെ ബ്ലഡിലും മറ്റും ഈ ഒരു മെറ്റാബോളിക് വേസ്റ്റസ് കെട്ടിക്കിടക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരു പെരികാർഡൈറ്റിസ് ആണ് എന്ത്? നമ്മുടെ യൂറീമിക് പെരികാർഡൈറ്റിസ്. അതായത് ഹൃദയത്തിൻ്റെ പെരികാർഡിയത്തിലുള്ള രണ്ട് പ്രത്യേക ലെയർസ് ആയിട്ടുള്ള ഒന്ന് വിസറൽ ലെയറും മറ്റേത് പെറൈറ്റൽ ലെയറും. ഓർത്ത് വയ്ക്കുക, വിസറൽ ലെയർ ആൻഡ് പെറൈറ്റൽ ലെയർ. സോ ഈ വിസറൽ ലെയറിനും പെറൈറ്റൽ ലെയറിനും ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് എന്ത്? ഈ യൂറീമിക് പെരികാർഡൈറ്റിസ്. കിഡ്നി ഫെയിലർ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ പ്രോപ്പറായ രീതിയിൽ ഈ മെറ്റാബോളിക് വേസ്റ്റസ് പുറന്തള്ളപ്പെടുകയില്ല എങ്കിൽ ഇവ ഇൻഫ്ലമേഷന് കാരണമാകും. ഇതെല്ലാം കൂടെ രക്തത്തിൽ തങ്ങി നിന്ന് അത് ബോഡി പാർട്സ് ലൈക്ക് വിസറൽ ആൻഡ് പെറൈറ്റൽ ലെയർ ആയിട്ടുള്ള ഈ ലെയേഴ്സിനൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുവാൻ കാരണമാകും. സോ ഇത്തരത്തിലുള്ള ഒരു പെരികാർഡൈറ്റിസ് ആണ് നമ്മൾ യൂറീമിക് പെരികാർഡൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇഡിയോപ്പതിക് പെരികാർഡൈറ്റിസ് എന്താണെന്ന് നോക്കാം. ഇഡിയോപ്പതിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതായത് ദ കോസ് ഓഫ് എ പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷൻ ഈസ് അൺനോൺ. അതായത് ഏതെങ്കിലും ഒരു ടിഷ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോഡി പാർട്ടിൽ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായി വരുന്ന ഒരു രോഗാവസ്ഥ, എന്ത് രോഗാവസ്ഥയാണെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായി വരുന്ന ഒരു രോഗാവസ്ഥ, അതിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺ അല്ലെങ്കിൽ കോസ് എന്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ലാതെ ആ ഒരു ബോഡി പാർട്ട് സ്വയം ഒരു രോഗത്തെ ക്രിയേറ്റ് ചെയ്യുകയാണ്.
എങ്കിൽ അതിന് ഇഡിയോപ്പതിക് എന്ന് പറയും. ഇപ്പോൾ ഹാർട്ടിൻ്റെ മയോകാർഡിയൽ ടിഷ്യൂസ് പോലെ ഏതെങ്കിലും ഈ പെരികാർഡിയത്തിൻ്റെ തന്നെ ടിഷ്യൂസ് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് സ്വന്തമായിട്ടൊരു ഇൻഫ്ലമേഷൻ എന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ നമ്മളതിനെ ഇഡിയോപ്പതിക് പെരികാർഡൈറ്റിസ് എന്ന് വിളിക്കും. ഇനി അടുത്തത് പോസ്റ്റ് ഇൻഫാർക്റ്റ് പെരികാർഡൈറ്റിസ് ആണ്. ഇറ്റ് ഈസ് പെർട്ടൈനിങ് ടു മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. എന്താണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ? ഏതെങ്കിലും തരത്തിൽ കൊറോണറി ആർട്ടറിയിൽ ഉണ്ടാകുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ മൂലം ബ്ലഡ് സപ്ലൈ, ഹാർട്ട് മസിലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ റെഡ്യൂസ് ആവുകയാണെങ്കിൽ, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ റീച്ച് ആവാൻ കഴിയുന്നില്ലെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽ ടിഷ്യൂസ് എന്ത് ചെയ്യും? ഹാർട്ടിൻ്റെ മസിൽ ടിഷ്യൂസൊക്കെ ഡെത്ത് ആവാൻ തുടങ്ങും. ഇത്തരമൊരവസ്ഥയിൽ ഹാർട്ട് അതിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഹാർട്ട് അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റോപ്പ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു ഹാർട്ട് അറ്റാക്ക്, അതിനെ നമ്മൾ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ അല്ലെങ്കിൽ MI എന്ന് വിളിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായതിൻ്റെ ഫലമായി പിന്നീട് പെരികാർഡിയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസ്റ്റ് ഇൻഫാക്റ്റ് പെരികാർഡൈറ്റിസ് എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത എന്തെന്നാൽ, ഒരു ലാർജ് ട്രാൻസ്മ്യൂറൽ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഉണ്ടായതിനു ശേഷം 3 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ ഇടയിൽ ആയിട്ട് ഒരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പെരികാർഡിയൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ പെരി ഇൻഫാർക്ഷൻ പെരികാർഡൈറ്റിസ് എന്ന് വിളിക്കും. എന്താണ് പെരി ഇൻഫാർക്ഷൻ പെരികാർഡൈറ്റിസ്? ഇതിനെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ 3 മുതൽ 10 ദിവസത്തെ കാലഘട്ടം, അതായത് ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായതിനു ശേഷം 3 മുതൽ 10 ദിവസത്തിനുള്ളിലായിട്ടാണ് ഇത്തരം ഒരു പെരികാർഡിയൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും? പെരി ഇൻഫാക്ഷൻ പെരികാർഡൈറ്റിസ് എന്ന് വിളിക്കും. ഇത് അക്യൂട്ടാണ്. കാരണം 3 മുതൽ വെറും 10 ദിവസത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ആ ഒരു രോഗാവസ്ഥയാണ്. എന്നാൽ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഒരു 1 മുതൽ 8 വരെയുള്ള ആഴ്ചകളുടെ ഇടയിലായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡ്രെസ്ലസ് സിൻഡ്രോം എന്ന് വിളിക്കും. എന്താണ് പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡ്രെസ്ലസ് സിൻഡ്രോം? ഈ ഡ്രെസ്ലർ സിൻഡ്രോം അല്ലെങ്കിൽ പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് അക്യൂട്ടല്ല. കാരണം ഇത് ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായതിനു ശേഷം 1 ആഴ്ച മുതൽ ഒരു 8 ആഴ്ച വരെയുള്ള കാലഘട്ടത്തിനിടയിലുള്ള രോഗാവസ്ഥയാണ്. ഹാർട്ടിന് ചുറ്റും അല്ലെങ്കിൽ പെരികാർഡിയത്തിനെ ചുറ്റിപ്പറ്റി അക്യുമുലേറ്റ് ആകുന്ന ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ പെരികാർഡൈറ്റിസിനെ പല ടൈപ്സായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. സീറസ് പെരികാർഡൈറ്റിസ്, പ്യൂരുലൻറ്റ് പെരികാർഡൈറ്റിസ്, ഫൈബ്രിനസ് പെരികാർഡൈറ്റിസ്, കേഷ്യസ് പെരികാർഡൈറ്റിസ് ആൻഡ് ഹെമറോജിക് പെരികാർഡൈറ്റിസ്. എന്താണ് സീറസ് പെരികാർഡൈറ്റിസ്? നമ്മുടെ ബോഡിയിലെ വൺ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ് ആയ സിറം പെരികാർഡിയൽ സാക്കിന് അക്യുമുലേറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് എന്ത്? സീറസ് പെരികാർഡൈറ്റിസ്. അതായത് സിറസ് പെരികാർഡൈറ്റിസ് ഈസ് കോസ്ഡ് ബൈ ദ അക്യുമുലേഷൻ ഓഫ് സിറസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ സിറം വിതിൻ ദ പെരികാർഡിയൽ ക്യാവിറ്റി ഓഫ് ദ ഹാർട്ട്. അടുത്തത് പ്യൂരുലൻറ്റ് പെരികാർഡൈറ്റിസ്. എന്താണ് പ്യൂരുലൻറ്റ്? അതായത് the word purulent is related to pus. So when the pus is accumulated within the pericardial cavity, it causes the purulent pericarditis. പെരികാർഡിയൽ ക്യാവിറ്റിയിൽ പസ് അക്യുമുലേറ്റ് ആകുമ്പോഴാണ് പ്യൂരുലൻറ്റ് പെരികാർഡൈറ്റിസ് ഉണ്ടാവുന്നത്. അടുത്തത് ഫൈബ്രിനസ് പെരികാർഡൈറ്റിസ്. എന്താണ് ഫൈബ്രിനസ്? ഒരു ഇഞ്ചുറി ഉണ്ടായാൽ എക്സസീവായിട്ടുള്ള ബ്ലഡ് ലീക്കേജ് തടയുവാനായി ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ നടക്കുമെന്ന് നമുക്കറിയാം. നമ്മുടെ ബ്ലഡിലെ ത്രോംബിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡിൽ സോല്യൂബിളായിട്ടുള്ള ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിനെ ഫൈബ്രിൻ എന്ന മറ്റൊരു കമ്പോണൻ്റാക്കി മാറ്റും. അങ്ങനെ ഫോമായ ഈ ഫൈബ്രിൻ ഇൻസോലുബിൾ പാർട്ടിക്കിളാണ്. ഈ നാര് പോലുള്ള ഇത്തരം ഇൻസോലുബിൾ പാർട്ടിക്കിൾസ് എല്ലാം കൂടി ബ്ലഡ് സെൽസിനെ എല്ലാം കൂടെ എൻടാക്കിൾ ചെയ്താണ് ബ്ലഡ് ക്ലോട്ട് ഫോം ആകുന്നത്. അങ്ങനെ ട്രോമ, ഇഞ്ചുറി, സർജിക്കൽ കട്ട്സ്,
ഒക്കെ മൂലമുണ്ടാകുന്ന എക്സുഡേറ്റ്സ് അല്ലെങ്കിൽ സ്രവങ്ങൾ. ഇത്തരം സ്രവത്തിൽ ലാർജ് എമൗണ്ട് ഓഫ് ഫൈബ്രിനും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫൈബ്രിനസ് എന്ന് പറയും. അതായത് ബോഡി പാർട്സിൽ പ്രൊഡ്യൂസ് ആകുന്ന ലാർജ് എമൗണ്ട് ഓഫ് എക്സുഡേറ്റ്സിൽ എക്സസീവായിട്ട് ഫൈബ്രിനോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? ഫൈബ്രിനസ് ആണ്. ഇത്തരം ഫൈബ്രിൻസ് ധാരാളമുള്ള സ്രവങ്ങൾ പെരികാർഡിയൽ സാക്കിനുള്ളിൽ അക്യൂമുലേറ്റ് ആകുന്നത് മൂലമുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് എന്ത്? ഫൈബ്രിനസ് പെരികാർഡൈറ്റിസ്. അടുത്തത് സേഷ്യസ് നെക്രോസിസ് എന്ന് വെച്ചാൽ പെരികാർഡിയത്തിലെ ടിഷ്യൂസ് നശിച്ചു പോകുന്ന അല്ലെങ്കിൽ സെൽ ഡെത്ത് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് കേഷ്യസ് നെക്രോസിസ്. ഇത്തരത്തിൽ സെൽ നെക്രോസിസ് അല്ലെങ്കിൽ സെൽ ഡെത്ത് മൂലം അഫക്റ്റഡ് ആയ ടിഷ്യൂസൊക്കെ ഒരു ചീസ് പോലുള്ള ഒരു അപ്പിയറൻസിൽ കാണപ്പെടുന്ന ഈ ഒരു അവസ്ഥയാണ് എന്താണ്? സേഷ്യസ് പെരികാർഡൈറ്റിസ്. അടുത്തത് ഹെമറേജിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ബ്ലീഡിംഗ് ആണ്. പെരികാർഡിയൽ സാക്കിനുള്ളിൽ ബ്ലഡ് അക്യൂമുലേഷൻ ആകുന്ന മൂലമുണ്ടാകുന്ന ഒരു സിറ്റോജിക് പെരികാർഡൈറ്റിസ്. ഇനി പെരികാർഡൈറ്റിസിന് രണ്ടായി തിരിക്കാം, അക്യൂട്ട് ആൻഡ് ക്രോണിക്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് പെരികാർഡൈറ്റിസ് സ്റ്റാർട്ട്സ് ക്വിക്ലി ആൻഡ് ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്. അതായത് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയും ചെയ്യില്ല. പക്ഷേ ഒരു പെരികാർഡൈറ്റിസ് ഉണ്ടായി അതിൻ്റെ സിംറ്റംസും അതിൻ്റെ ആ ഒരു ഡ്യൂറേഷനും ഒക്കെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രോണിക് പെരികാർഡൈറ്റിസ് എന്ന് വിളിക്കും. എന്നാൽ സാധാരണ കൂടുതൽ ആളുകളിലും കാണപ്പെടുന്നത് അക്യൂട്ട് പെരികാർഡൈറ്റിസ് ആണ്. എന്നാൽ ക്രോണിക് പെരികാർഡൈറ്റിസ് വളരെ റെയർ ആണ്. അക്യൂട്ട് എന്ന് പറയുന്നത് ഒരു 6 ആഴ്ചയിൽ താഴെയുള്ളൊരു കാലാവധിയും സബ് അക്യൂട്ട് എന്ന് പറയുന്നത് 6 ആഴ്ച മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു കാലാവധിയും. എന്നാൽ ക്രോണിക് എന്ന് പറയുന്നത് 6 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഏതു തരം രോഗാവസ്ഥയെയും നമ്മൾ ക്രോണിക് ഡിസീസസ് എന്ന് പറയും. വിട്ടുപോയ ഒരു കാര്യം, ഈ ക്രോണിക് പെരികാർഡൈറ്റിസിനെ വീണ്ടും 2 തരംതിരിച്ചാൽ, ഒന്ന് ഇൻസെസെൻ്റ്, രണ്ടാമത്തത് ഇൻ്റർമിറ്റൻ്റ്. ഇതിൽ ഇൻസെസെൻ്റ് പെരികാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇതൊരുതരം ക്രോണിക് പെരികാർഡൈറ്റിസ് ആണ്. എന്നാൽ എപ്പോഴെങ്കിലും അക്യൂട്ട് പെരികാർഡൈറ്റിസ് ഉണ്ടായി അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 6 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരു പെരികാർഡൈറ്റിസ് ഫോം ആവുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഇൻസെസെൻ്റ് പെരികാർഡൈറ്റിസ് എന്ന് പറയും. എന്നാൽ ഇൻ്റർമിറ്റൻ്റ് പെരികാർഡൈറ്റിസ് ഉണ്ടാകുന്നത് അക്യൂട്ട് പെരികാർഡൈറ്റിസിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 6 ആഴ്ചകൾക്ക് ശേഷം ഉണ്ടാകുന്നതാണ് ഇൻ്റർമിറ്റൻ്റ് പെരികാർഡൈറ്റിസ്. ഈ ഇൻസെസെൻ്റ് പെരികാർഡൈറ്റിസും ഇൻ്റർമിറ്റൻ്റ് പെരികാർഡൈറ്റിസും രണ്ടും ക്രോണിക് പെരികാർഡൈറ്റിസിൻ്റെ 2 വ്യത്യസ്ത തരങ്ങളാണ്. പെരികാർഡൈറ്റിസ് അപ്പോൾ 2 തരത്തിലുണ്ട്, ഒന്ന് ക്രോണിക്കും 2 അക്യൂട്ടും. ഇതിലെ ഈ ക്രോണിക് 2 തരത്തിലുണ്ട്, ഇൻസെസെൻ്റും ഇൻ്റർമിറ്റൻറ്റും. എന്നാൽ അക്യൂമുലേറ്റ് ചെയ്യുന്ന വ്യത്യസ്തമായ ഫ്ലൂയിഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ വീണ്ടും 5 തരംതിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സീറസ്, അടുത്തത് പ്യൂരിലൻ്റ്, ഫൈബ്രിനസ്, സേഷ്യസ് ആൻഡ് ഹെമറോയിജിക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിംറ്റംസ് ഓഫ് പെരികാർഡൈറ്റിസ് ആണ്. വളരെ ഷാർപ്പായിട്ടുള്ള ചെസ്റ്റ് പെയിൻ ആണ് പ്രധാനമായും. പിന്നെ പാൽപിറ്റേഷൻ, അതായത് ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അതായത് ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ശ്വാസം തടസ്സമുണ്ടാവുക. മൈനർ ആയിട്ടുള്ള ഫീവർ ഉണ്ടാവുക. പിന്നെ ജനറൽ വീക്ക്നെസ് ഉണ്ടാവുക. സ്വെല്ലിംഗ് ഓൺ ദ അബ്ഡോമിനോസ്, കൊഫ്, പെയിൻ ഇൻ ദ ഷോൾഡർ. ഹാർട്ട് അറ്റാക്കിൻ്റെ തന്നെ ഏകദേശ സിംറ്റംസ് ആയിരിക്കും പെരികാർഡൈറ്റിസിനും ഉണ്ടാവുക. ആയതിനാൽ പലപ്പോഴും പെരികാർഡൈറ്റിസിനെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് പെരികാർഡൈറ്റിസ് നോക്കാം. സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് ലോവർ പോർട്ടിൽ, അതായത് സ്റ്റെർണത്തിൻ്റെ ലെഫ്റ്റ് ലോവർ പോർട്ടിലായി ഒരു ഫ്രിക്ഷണൽ റബ്ബിംഗ് സൗണ്ട് കേൾക്കുവാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെരികാർഡിയൽ ലെയേഴ്സ് പരസ്പരം റബ്ബിംഗ് ചെയ്തുണ്ടാകുന്ന ഒരു ഡിസ്റ്റിങ്റ്റീവ് സൗണ്ടാണത്. കൂടാതെ മറ്റു സിംറ്റംസ് ഒന്ന് നോക്കാം. ഒരുതരം പൊസിഷണൽ ചെസ്റ്റ് പെയിൻ. ഡൈഫോറസിസ്. എന്താണ് ഡൈഫോറസിസ്? എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിങ്. അതുപോലെ പോസിബിലിറ്റി ഓഫ് ഹാർട്ട് ഫെയിലർ ഇൻ ദ ഫോം ഓഫ് പെരികാർഡിയൽ ടെമ്പനേഡ്. എന്താണ് ടെമ്പനേഡ്? എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പെരികാർഡിയം. പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നത് മൂലം ബെഗ്സ് ട്രയാഡ് ഓഫ് ലോ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. പിന്നെ ഡിസ്റ്റൻറ്റ് അല്ലെങ്കിൽ മഫ്ഡ് ആയിട്ടുള്ള ഹാർട്ട് സൗണ്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഡിസ്റ്റൻഷൻ ഓഫ് ജുഗുലാർ വെയിൻ. ജുഗുലാർ വെയിനിലുണ്ടാകുന്ന
ഡിസ്റ്റൻഷൻ. ഇതെല്ലാം തന്നെയാണ് പ്രധാനമായും കാണപ്പെടുന്ന സിംറ്റംസ്, പെരികാർഡൈറ്റിസിൽ കാണപ്പെടുന്ന സിംറ്റംസ്. അതിനുശേഷം ഹാർട്ട് അറ്റാക്കിൻ്റെ സൈനാണോ എന്നറിയുവാനും പിന്നെ പെരികാർഡിയൽ സാക്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണോ എന്നറിയുവാനും ഇനി ഇൻഫ്ലമേഷൻ്റെ സൈനുകളുണ്ടോ എന്നറിയാനായിട്ടും വേറെ ടെസ്റ്റുകൾ നടത്തുന്നതായിരിക്കും. എന്തെല്ലാമാണ് ആ ടെസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ചെസ്റ്റ് എക്സ്റേ. ഈ ഒരു ടെക്നിക്ക് വഴി ഹാർട്ടിൻ്റെ ഷേപ്പ്, സ്ട്രക്ചർ, അതിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടോ, അത് എത്രത്തോളം എൻലാർജ്ഡ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയുവാൻ കഴിയും. 2, CT സ്കാൻ. ഇതുവഴി ഹാർട്ടിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ലഭ്യമാകുവാനും അതുപോലെ പൾമണറി ക്ലോട്ട്സ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ അയോർട്ടിക് ടീയേഴ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാനായി CT സ്കാൻ ഉപയോഗിക്കും. പിന്നെ MRI ഓഫ് ദ ഹാർട്ട്. ഇതിൽ ഹാർട്ടിൻ്റെ അക്യുറേറ്റ് ആയിട്ടുള്ളൊരു പിക്ചറും പിന്നെ ഹാർട്ട് വാൾസിൻ്റെ വിഡ്ത്തൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കൂടുതൽ സ്റ്റഡീസിനായി എക്കോ കാർഡിയോഗ്രാം അതുപോലെ തന്നെ ഇലക്ട്രോ കാർഡിയോഗ്രാം ഉപയോഗിച്ച് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും പൾസിൻ്റെ ഫോർമേഷനെക്കുറിച്ചും ഇതിലെന്തെങ്കിലും ഒരു ഡീഫോൾട്ട് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഇലക്ട്രോ കാർഡിയോഗ്രാം ഉപയോഗിക്കും. ഇനി പെരികാർഡൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നോക്കാം. പെരികാർഡൈറ്റിസ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ സിവിയർ ആവുകയാണെങ്കിൽ അത് പെരികാർഡിയൽ എഫ്യൂഷന് കാരണമാകും. നമുക്കറിയാം പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് അക്യൂമുലേഷൻ വിത്തിൻ ദ പെരികാർഡിയൽ ക്യാവിറ്റി. ഇത്തരത്തിൽ ഫ്ലൂയിഡ് അക്യൂമുലേറ്റ് ആകുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ പെരികാർഡിയൽ ക്യാവിറ്റിയുടെ ഉള്ളിൽ ഇൻട്രാ പെരികാർഡിയൽ പ്രഷർ കൂട്ടും. അങ്ങനെ അത് ഹാർട്ടിൻ്റെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യും. അതുമൂലം കാർഡിയാക് ടെമ്പോണേഡ് ഉണ്ടാകും. പിന്നീട് അത് പൾസസ് പാരഡോക്സസ് ഉണ്ടാകുവാൻ കാരണമാകും. എന്താണ് പൾസസ് പാരഡോക്സസ്? Pulsus paradoxus is a state in which decrease of at least 10 mm of mercury of the systolic blood pressure upon inspiration. അതായത് ഇൻസ്പിരേഷൻ ചെയ്യുന്ന സമയത്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 10 mmHg താന്നു പോകുന്ന ഒരു അവസ്ഥ. പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നത് മൂലമുണ്ടാകുന്ന ലോ ബ്ലഡ് പ്രഷർ, റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലറും ഫ്ലൂയിഡ് ഓവർലോഡും ഒക്കെ മൂലമുണ്ടാകുന്ന ജുഗുലാർ വെയിനിൻ്റെ ഡിസ്റ്റൻഷൻ തുടങ്ങിയവയെല്ലാം തന്നെ പെരികാർഡൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഇനി പെരികാർഡൈറ്റിസിൻ്റെ കാരണങ്ങൾ നോക്കാം. പെരികാർഡൈറ്റിസിന് പ്രധാനമായും കാരണമാകുന്നത് വൈറസ്, ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. ബാക്ടീരിയൽ വിഭാഗത്തിൽപ്പെട്ട മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ന്യൂമോകോക്കസ് തുടങ്ങിയവ. ഇനി വൈറസ് വിഭാഗത്തിൽപ്പെട്ട കോക്സാക്കി വൈറസ്, ഹെർപ്പസ് വൈറസ്, മംസ് വൈറസ് ആൻഡ് HIV വൈറസ്. അതുപോലെ ഫംഗൽ പെരികാർഡൈറ്റിസിന് കാരണമായ ഹിസ്റ്റോപ്ലാസ്മോസിസ് ഓർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഹോസ്റ്റസ് ആയിട്ടുള്ള ആസ്പെർഗില്ലസ്, കാൻഡിഡിയ, അതുപോലെ കോക്സിഡിയോഡൈറ്റ്സ് തുടങ്ങിയവ. നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പെരികാർഡൈറ്റിസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് അതിൻ്റെ കാരണങ്ങൾ ഇഡിയോപ്പതിക്. ഒന്ന് ഇഡിയോപ്പതിക്കാണ്. ഇഡിയോപ്പതിക് എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ, അതായത് റിസോഴ്സുകളൊന്നും ഇല്ലാതെ തന്നെ സ്പോണ്ടേനിയസ് ആയി ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റോസസ്, പിന്നെ റിമാറ്റിക് ഫീവേഴ്സ്, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ അല്ലെങ്കിൽ ഡ്രെസ്ലെസ് സിൻഡ്രോം, പിന്നെ ഹാർട്ടിൻ്റെ എന്തെങ്കിലും ട്രോമ, യുറീമിയ, ക്യാൻസർ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ആയിട്ടുള്ള ഐസോനിയാസിഡ്, പിന്നെ ഹൈഡ്രലസൈൻ, വാർഫാരിൻ, ഹെപ്പാരിൻ തുടങ്ങിയ മരുന്നുകളുടെയൊക്കെ സൈഡ് എഫക്റ്റ് കൊണ്ടോ പിന്നെ റേഡിയേഷൻ കൊണ്ടോ പിന്നെ അയോർട്ടിക് ഡിസെക്ഷൻ കൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് സംഭവിക്കും? പെരികാർഡൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിലൊന്നാണ് പോസ്റ്റ് പെരികാർഡിയോട്ടമി സിൻഡ്രോം. അതായത് ഈ CABG അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് സർജറിയൊക്കെ നടത്തിയത് മൂലമുണ്ടാകുന്ന ഒരു പെരികാർഡിയൽ എഫ്യൂഷൻ. ഇതെല്ലാമാണ് പ്രധാനമായും പെരികാർഡൈറ്റിസ് ഉണ്ടാകുവാനുള്ള ഇൻഫെക്ഷ്യസും നോൺ ഇൻഫെക്ഷ്യസുമായിട്ടുള്ള കാരണങ്ങൾ. ലബോറട്ടറി ട്രീറ്റ്മെന്റ് യൂറിയയുടെയും അതുപോലെ ക്രിയാറ്റിനിന്റെയും അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ അത് യൂറിമിക് പെരികാർഡൈൽ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആയ ഇബുപ്രോഫിൻ ഒക്കെയാണ് സാധാരണയായി നൽകുക. അതുപോലെ കോൾഡ് സൈൻ പെരികാർഡൈറ്റിസ് വീണ്ടും ഉണ്ടാകുന്നത് തടയുന്നു. അതുപോലെ PCC അല്ലെങ്കിൽ പെരികാർഡിയോസെൻറ്റസിസ്. എന്താണ് പെരികാർഡിയോസെൻറ്റസിസ് എന്ന് വെച്ചാൽ പെരികാർഡിയൽ ഫ്ലൂയിഡ്, പെരികാർഡിയത്തിനുള്ളിൽ അക്യുമുലേറ്റ് ആയിരിക്കുന്ന ഫ്ലൂയിഡിനെ പുറത്തേക്ക് ആസ്പിരേറ്റ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? പെരികാർഡിയോസെൻറ്റസിസ്. പിന്നെ ആൻറ്റിബയോട്ടിക്സ്, സ്റ്റീറോയിഡ്സ്, വളരെ റെയർ ആയിട്ടുള്ള കേസുകളിലൊക്കെ സർജറി. പിന്നെ കൺസ്ട്രിക്റ്റീവ് പെരികാർഡൈറ്റിസ് ആണെങ്കിൽ പെരികാർഡിയോട്ടമി ചെയ്യുന്നതായിരിക്കും. എന്താണ് പെരികാർഡിയോട്ടമി?
പെരികാർഡിയോക്ടമി ഈസ് എ സർജിക്കൽ റിമൂവൽ ഓഫ് പാർട്ട് ഓർ മോസ്റ്റ് ഓഫ് ദ പെരികാർഡിയം. അതായത് സർജറി ചെയ്ത് പെരികാർഡിയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം റിമൂവ് ചെയ്യുന്നതിനെയാണ് പെരികാർഡിയോട്ടമി എന്ന് പറയുന്നത്.